സുഹൃത്തുക്കളെ, മമ്മൂക്കയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. മമ്മൂക്കയെക്കുറിച്ചുള്ള വീഡിയോ എന്നതിനേക്കാൾ മമ്മൂക്കയെക്കുറിച്ച് കുറ്റം പറയുന്നവരെ കുറിച്ചുള്ള വീഡിയോ ആണ്. നോക്കൂ, ഈ വീഡിയോയുടെ ഒപ്പം തന്നെ എഴുതി വെച്ചുള്ള വരികൾ ഞാൻ വായിക്കാം. ഇങ്ങർക്ക് നടക്കാൻ പോലും വയ്യ. ഒന്ന്, പക്ഷേ അസഹിഷ്ണുത മൂത്ത ഇങ്ങര് ടെർബോ മേക്കിംഗ് വീഡിയോ വരെ VFX ഇട്ട് ഇറക്കിയ ടീമാണ്. ടെർബോയുടെ മേക്കിംഗ് വീഡിയോ നമുക്കറിയാം, ഒരുപാട് ഫൈറ്റ് വീഡിയോസുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരുന്നു. അതടക്കം VFX ഇട്ട് ഇറക്കി എന്നാണ് ഇപ്പോൾ ഒരു ആരോപണം കഴിഞ്ഞിട്ടുള്ള. അതിൻ്റെ അടുത്ത് VFX കൊണ്ട് ജീവിക്കുന്ന ടീം കുറെ ചിരികളാണ്. ഈ വീഡിയോയിൽ പോലും VFX ഇട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്ന 10-70 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ നടന്നു വരുന്ന വീഡിയോ ആണ്. അദ്ദേഹം ഏതൊരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വീഡിയോ ആണ്. ആ വീഡിയോയ്ക്ക് മുകളിൽ എഴുതി വെച്ചിട്ടുള്ള വരികളാണ് ഈ കാണുന്നത്. എന്തുകൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടനോട് ഇത്ര അധികം അസഹിഷ്ണുത? 10-70 വയസ്സ് കഴിഞ്ഞ ആളുകള് നേരമ്പിൽ എഴുന്നേറ്റ് നടക്കുന്ന പോലും ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ. പല അസുഖങ്ങൾ കൊണ്ട് പിന്നാലെ ഒരു രക്ഷയില്ലാതെ നടക്കുന്ന ഒരുവിധം ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് 10-70 വയസ്സ് കഴിഞ്ഞ് ഈ ഒരു മനുഷ്യൻ ഇപ്പോഴും സിനിമ എന്ന് പറയുന്ന ഒറ്റ മോഹവുമായിട്ട് ഇനിയും പുത്തൻ സിനിമകൾ എങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന ഒരു തോന്നലുമായിട്ട് നടക്കുന്നത്. നോക്ക്, ഇദ്ദേഹത്തിന്റെ വീഡിയോസുകള് VFX ഇട്ട് മാത്രമാണ് നമ്മളിലേക്ക് എത്തുന്നത് അല്ലെന്നേ. ഇദ്ദേഹം പല സെന്ററിൽ നടന്നു പോകുന്നത്, വിമാനത്താവളത്തിൽ നടന്നു പോകുന്നത്, അദ്ദേഹം സിനിമ ഷൂട്ടിങ്ങിന് കാറിൽ പോകുന്നത്, കല്യാണ സദസ്സിലേക്ക് പോകുന്നത്, ആളുകളുടെ ഇടയിലേക്ക് പോകുന്നത്, ഇനിയിപ്പോ ഒരു ഉദ്ഘാടനത്തിന് പോകുന്നത്, ഇങ്ങനെ പല വീഡിയോസ് സാധാരണ എന്നെ പോലെ ഇതുപോലത്തെ ചെറിയ ക്യാമറയിൽ പോലും എടുക്കുന്ന വീഡിയോസ് നമ്മുടെ മുമ്പിലേക്ക് എത്താറുണ്ട്. ഈ ക്യാമറയിലൊക്കെ ഞാനൊക്കെ അദ്ദേഹം നടന്നു പോകുമ്പോൾ വീഡിയോ എടുത്തിട്ട് എനിക്ക് VFX ഇട്ട് എനിക്ക് മൂച്ചിട്ടാണല്ലോ ഓണായി പോയി. ഞാൻ അതാ ചോദിക്കുന്നത്. എന്നെ പോലുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഇതിൽ വീഡിയോ എടുത്ത് അവസാനം VFXലൊക്കെ അത് കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ മുഖത്തെയും ചങ്കിലെയും ഒക്കെ കഴുത്തിലൊക്കെ ചുളികളൊക്കെ മാറ്റി പുറത്തേക്കിടെ എനിക്ക് മൂച്ചി പ്രാന്ത. അതാണ് ഈ നാട്ടുകാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഹാന്മാരൊക്കെ എവിടെയാന്നുള്ളതാണ്. എന്താണ് ഇവന്മാരൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായി. എന്തിനാണ് ആ ഒരു മഹാനടനെതിരെ ഇങ്ങനെയുള്ള ആരോപണം? ശരിയാണ്, അത് 10-70 വയസ്സായിരിക്കുന്നു, കഴുത്തിൽ ചുളിവുകൾ വന്നിട്ടുണ്ട്, മുഖത്ത് ചുളിവുകൾ വന്നിട്ടുണ്ട്, പ്രായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കാണാനുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എന്റെ തലമുടി പോലും ഞാൻ കറപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്, രഹസ്യങ്ങളൊക്കെ നാട്ടുകാരൊക്കെ അറിഞ്ഞോട്ടെ എന്ന രീതിയിൽ രസകരമായിട്ട് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണെന്നേ. നമ്മൾ തന്നെ 10-35-40 വയസ്സാകുമ്പോൾ നിരച്ചു പോകുന്ന ഈ മനുഷ്യൻ എന്തേ തലമുടി നിരച്ചിട്ടുണ്ടാവുന്ന കാര്യം സ്വാഭാവികമായിട്ട് ചോറുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാണ് കറപ്പിച്ചടക്കുന്നത്? ഇദ്ദേഹം മാത്രമാണോ? എത്ര ആൾക്കാർ കറപ്പിച്ചടക്കുന്നുണ്ട്? അപ്പൊ അവരൊക്കെ നമ്മൾ കുറ്റം പറയണ്ടേ? അപ്പൊ ഇദ്ദേഹത്തിനെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്നതിൽ, ഇദ്ദേഹത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിൽ ചില ആൾക്കാർ ചില രസം കണ്ടെത്തുന്നുണ്ട്. ഇദ്ദേഹം നോക്കൂ, ഒരു ഇറക്കം പോലെ ചെറിയൊരു ഭാഗം ഇറങ്ങി വരുമ്പോൾ ഒരാൾ കൈ പിടിക്കുന്നുണ്ട്. അതൊരു സ്നേഹത്തിന്റെ പിടുത്തമാണ്, അദ്ദേഹത്തിലുള്ള ഒരു പരിഗണനയുടെ പിടുത്തമാണ്. നമ്മൾ അങ്ങനെ ചെയ്തു പോകാറുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളവര് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ആ ഒരു കൈ ഒന്ന് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇറക്കുന്നത് പരിഗണനയുടെയാണ്. 10-70 വയസ്സ് കഴിഞ്ഞ ഒരാളോടുള്ള പരിഗണന തന്നെയാണെന്നാണ് വിചാരിച്ചുള്ളൂ. പക്ഷെ അതല്ല, നമുക്കറിയാം. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തൊടാൻ കിട്ടുന്ന ഒരു അത്ഭുത മനുഷ്യൻ തൊടാൻ കിട്ടുന്ന ആ ഒരു നിമിഷം പോലും തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകരുന്ന ഒരു പക്ഷെ ആ കൈ പിടിച്ച മനുഷ്യൻ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരുപാട് 100,000 കാരണങ്ങൾ ഇതിന്റെ പുറത്തുണ്ടായിട്ട് പോലും ഇദ്ദേഹത്തിന് നടക്കാൻ പോലും വയ്യ. അദ്ദേഹം നടക്കുന്ന മുണ്ട് പിടിച്ചിട്ടാണ്. അങ്ങനെ തന്നെയാണ് മുണ്ട് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ. പാന്റ് ഇട്ടിട്ട് വിമാനത്തിന്റെ സ്പീഡ് പോലെ നടന്നു പോകുന്നത് വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ? അതിലൊക്കെ VFX ഇടാൻ നടക്കണല്ലോ നാട്ടുകാര്. യജാതി മനുഷ്യന്മാരത്തൊക്കെ. എന്തായാലും സുഹൃത്തുക്കളെ, വീഡിയോ ഒന്നുകൂടി കണ്ടോക്കൂ. ആ ഒരു വസ്ത്രം പിടിച്ചതിന്, മുണ്ട് പിടിച്ചതിന്റെ ഭാഗമായിട്ട് കഴുത്ത് പോലും വളഞ്ഞു പോയിരിക്കുന്നു. നേരെ നിന്ന് അഭിനയിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടില്ല എന്റെ സഹോദര. പിന്നെ എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കുരു പൊട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതിന്റെ ബാക്കി ഉത്തരങ്ങൾ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന നിങ്ങൾ കൊടുക്കേണ്ട മറുപടിയാണ്. എനിക്കത്ര പറയുള്ളൂ. നിങ്ങളാണ് മറുപടി കൊടുക്കേണ്ടത്. എൻ്റെ ഒട്ടുമിക്ക എൻ്റെ ചാനലിലെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സിലെ ഒട്ടുമിക്ക ആൾക്കാർ മമ്മൂട്ടിയെ അപാരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നിങ്ങളാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്. ഞാൻ നിർത്തി. ഇനി നിങ്ങളായി, നിങ്ങളെ പാടായി. ബൈ.